ചായക്കട പ്രണയം അവസാന ഭാഗം. 10 ദിവസത്തിനു ശേഷം ആദ്യമായി ബാബു കട തുറന്നിരുന്നു. പക്ഷേ ഇന്ന് കട മുഴുവൻ പൂക്കട പോലെ. ബോർഡ് പുതിയത്, ശ്രീലക്ഷ്മി ബാബു സ്പെഷ്യൽ ചായ, പഞ്ചസാര കൂടുതൽ. കടയുടെ മുന്നിൽ മുല്ലപ്പൂമാല, അടുപ്പിൽ 2 അണ്ടാവ് തിളയ്ക്കുന്നു. 100 പരിപ്പോടം ഒഴിഞ്ഞു റെഡി. ബാബു പുതിയ ഷർട്ട്, മുടി ചീകി, മുഖത്ത് 10 ദിവസം കൂടി കാണാത്തൊരു തിളക്കം. കടയുടെ മുന്നിൽ ബസ് സ്റ്റാൻഡ് മുഴുവൻ ആളുണ്ട്. രാമേട്ടൻ, ഓട്ടോ സുരേഷേട്ടൻ, കിളികൾ, ചായ കുടിക്കാൻ വരുന്ന സ്ഥിരം പണിക്കാർ എല്ലാവരും അടുത്ത ദിവസം രാവിലെ 5 മണി. ബാബുവിന്റെ വീട്. അവൻ ഉറങ്ങിയിട്ടില്ല. ലാപ്ടോപ്പിന്റെ മുന്നിൽ ഇരിക്കുന്നു. സ്ക്രീനിൽ യൂട്യൂബ്. മലയാളം സൈൻ ലാംഗ്വേജ് ഫോർ ബിഗിനേഴ്സ്. ഹൗ ടു സേ ഐ ലവ് യു ഇൻ സൈൻ ലാംഗ്വേജ്. ബേസിക് ICL ഇന്ത്യൻ സൈൻ ലാംഗ്വേജ്. ബാബു കണ്ണും വെച്ച് പഠിക്കുകയാണ്. കയ്യും വിരലും വളച്ച് നിവർത്തി പ്രാക്ടീസ് ചെയ്യുന്നു. ഇത് 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 ഐ, ഇത് നൗ, ഇത് യു, ഐ ലവ് യു. ബാബു കണ്ണാടി മുന്നിൽ നിന്ന് സ്വയം പറഞ്ഞേ. സുരേഷേട്ടൻ എഴുന്നേറ്റ് വന്നു. ഡാ, നീ എന്തേ കാണിക്കുന്നേ? രാവിലെ 5 മണിക്ക് കൈക്കൊണ്ട് കസർത്ത്. ചേട്ടാ, ഞാൻ സൈൻ ലാംഗ്വേജ് പഠിക്കുക. എന്റെ ശ്രീലക്ഷ്മിയോട് സംസാരിക്കാൻ. അവൾക്ക് എഴുതി മാത്രം മതിയോ? എനിക്ക് അവളോട് നേരിട്ട് മിണ്ടണം. സുരേഷൻ ചിരിച്ചുകൊണ്ട് ബാബുന്റെ തോൾ തട്ടി. നീ ആള് പൊലി തന്നെ. പഠിച്ചോ, ഞാൻ ചായ ഇട്ട് തരാം. രാവിലെ 6:30 കട തുറന്നു. ഇന്ന് ബോർഡിൽ ഒരു പുതിയ വരി കൂടി. സൈൻ ലാംഗ്വേജ് അറിയാവുന്ന ചായക്കട. 7 മണി. ശ്രീലക്ഷ്മി വന്നു. ഇന്ന് ഇളമ്പച്ച സാരി. മുഖത്ത് 10 ദിവസം മുമ്പുള്ള ക്ഷീണമില്ല, പകരം ഒരു തിളക്കം. അവളുടെ കൂടെ വസന്തയില്ല. അമ്മ വിശ്വസിച്ച് തനിച്ചു വിട്ടിരിക്കുന്നു. അവൾ കടയിലേക്ക് വന്നു. പതിവ് പോലെ ഡയറി എടുക്കാൻ പോയി. ശ്രീലക്ഷ്മി, ഡയറി വേണ്ട, ബാബു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ഞെട്ടി. എന്താ എന്ന് മുഖം കൊണ്ട് ചോദിച്ചു. ബാബു പതിയെ മുന്നോട്ട് വന്നു. അവളുടെ കണ്ണിലേക്ക് നോക്കി. എന്നിട്ട് പതിയെ കൈ ഉയർത്തി. ആദ്യ ചൂണ്ടുവിരൽ നെഞ്ചിലേക്ക് ഐ, പിന്നെ 2 കൈയും കൂട്ടി ഹൃദയത്തിന്റെ ആകൃതി ലവ്. അവസാനം ചൂണ്ടുവിരൽ അവൾക്ക് നേരെ യു, ഐ ലവ് യു. സൈൻ ലാംഗ്വേജ്. ശ്രീലക്ഷ്മിയുടെ കണ്ണു വിഴിഞ്ഞു. ഡയറി കയ്യിൽ നിന്ന് താഴെ വീണു. അവളുടെ ചുണ്ടു ഉറച്ചു. 25 വർഷമായി ആരും അവളോട് അത് പറഞ്ഞിട്ടില്ല. ശബ്ദം കൊണ്ടല്ല, സൈൻ കൊണ്ട് പോലും. ബാബുവേട്ട. അവളുടെ വായനങ്ങി. ശബ്ദമില്ല, പക്ഷെ ചുണ്ട്. ബാബുവേട്ട എന്ന് പറഞ്ഞു. ബാബു ചിരിച്ചു. മനസ്സിലായോ മോളെ? ഞാൻ ഇന്നലെ മുഴുവൻ യൂട്യൂബ് നോക്കി പഠിച്ചതാ, നിനക്ക് വേണ്ടി. ശ്രീലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. അവൾ പെട്ടെന്ന് മുന്നോട്ട് വന്നു. ബാബുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്നിട്ട് അവളും സൈൻ കാണിച്ചു. നീ. അവൾ സ്വന്തം നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി. 2. 2 വിരൽ കൂട്ടി. 2 വർഷമായി. 2 വിരൽ ഉയർത്തി. പിന്നെ കലണ്ടർ മറിയിക്കുന്ന പോലെ ആക്ഷൻ. മീ ടു. 2 വർഷമായി. ബാബുവിന് തല കറങ്ങി. എന്താ 2 വർഷമോ? നിനക്കിന് 2 വർഷമായി ഇഷ്ടമായിരുന്നു? അവൾ തലയാട്ടി. അതെ എന്ന്. എന്നിട്ട് ഡയറി എടുത്ത് എഴുതി. ആദ്യമായി കണ്ട ദിവസം മുതൽ. പക്ഷെ പറയാൻ പേടിയായിരുന്നു. ഞാൻ മൂകയല്ലേ, ഏട്ടന് എന്നെ ഇഷ്ടമാവില്ലെന്ന് കരുതി. ബാബു ആ ഡയറി വലിച്ചെറിഞ്ഞു. ഇനി എഴുതണ്ട, എനിക്ക് മനസ്സിലായി. അവൻ വീണ്ടും സൈൻ കാണിച്ചു. ഐ ലവ് യു മോർ ദാൻ ചായ, മോർ ദാൻ പരിപ്പട, മോർ ദാൻ എന്റെ ജീവൻ. ശ്രീലക്ഷ്മി പൊട്ടിച്ചിരിച്ചു. ശബ്ദമില്ലാത്ത പൊട്ടിച്ചിരി. അവൾ ഓടി വന്ന് ബാബുവിനെ കെട്ടിപ്പിടിച്ചു. 2 വർഷത്തെ മൗനം, 10 ദിവസത്തെ വിരഹം, എല്ലാം ഒരു ഹഗിൽ അലിഞ്ഞുപോയി. കടയിലെ ആളുകൾ മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. സൂപ്പർ ബാബു, നീ മുത്താണ്. രാമേട്ടൻ, ഡാ, ഇനി ചായക്കടയുടെ പേര് മാറ്റണം. സൈൻ ലാംഗ്വേജ് ടീ സ്റ്റോൾ എന്ന് ഇടണം. എല്ലാവരും ചിരിച്ചു. ശ്രീലക്ഷ്മി ബാബുവിന്റെ നെഞ്ചിൽ നിന്ന് തല ഉയർത്തി. കണ്ണി തുടച്ചു. എന്നിട്ട് സൈന ചോദിച്ചു, കല്യാണം കഴിക്കാമോ? ബാബു ഞെട്ടി. ഇപ്പൊ തന്നെ, ഇവിടെ വെച്ചോ? അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. എന്നിട്ട് വീണ്ടും. അമ്മ സമ്മതിച്ചു, നീ ചോദിച്ചാ മതി. ബാബുവിന് നെഞ്ച് പടപട അടിച്ചു. പെണ്ണ് ചോദിക്കൽ അടുത്ത സ്റ്റെപ്പ്. അവൻ ശ്രീലക്ഷ്മിയുടെ കൈ പിടിച്ചു. വാ, ഇന്ന് തന്നെ പോകാം നിന്റെ വീട്ടിൽ. അമ്മയോട് ചോദിക്കാം. ഇപ്പൊ തന്നെയോ? ഈ കോലത്തിൽ? അവൾ സൈൻ. ബാബു ചായക്കട പൊരുന്ന ഷർട്ടും മുണ്ടുമാണ്. അതെ, ബാബുവേട്ട ചായക്കടക്കാരനാ. കോട്ട് സൂട്ട് വിട്ട് ചെല്ലാൻ എനിക്കറിയില്ല. എന്റെ ഡ്രസ് ഇതാ, എന്റെ മനസ്സിതാ. ഇത് മതിയെങ്കിൽ മതി. ശ്രീലക്ഷ്മി അവന്റെ കൈ മുറുകെ പിടിച്ചു. സൈന്, ഇത് മതി, ഇത് മാത്രം മതി. ബസ് സ്റ്റാൻഡ് മുഴുവൻ ആർപ്പോടി. ബാബു കല്യാണം, ബാബു കല്യാണം. രാമേട്ട ഓടി വന്ന് ബാബുവിന്റെ തോളിൽ ഒരു തോർത്തിട്ടു. പോടാ മോനെ, പെണ്ണ് ചോദിച്ചു വാ. ചായക്കട ഞങ്ങൾ നോക്കിക്കോളാം. ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലെ രാവിലെ 9 മണി. ബാബു കടയുടെ മുന്നിൽ നിൽക്കുന്നു. പക്ഷെ ഇന്ന് ചായ അടിക്കുന്നില്ല. ഡ്രസ് കോഡ്. ചായ പുറക്കറ പുരണ്ട വെള്ള ഷർട്ട്, പഴയ മുണ്ട്, കോട്ടില്ല, ടൈയില്ല, കയ്യിൽ ഒന്നുമില്ല. സ്ത്രീധനം കൊടുക്കാൻ പൈസയില്ല. പക്ഷേ സ്നേഹം നിറച്ച മനസ്സുണ്ട്. ബാബു, നീ ഈ കൊലത്തിൽ പോയാൽ അവർ വീട്ടിൽ കേട്ടുമോ? ബാബു ചിരിച്ചു. രാമേട്ട, ഞാൻ ചായക്കടക്കാരനാ. ഇതാണ് എന്റെ യൂണിഫോം. കോട്ടിട്ട് ചെന്നാൽ അത് ഞാനല്ല. ഞാനായിട്ട് തന്നെ ചോദിക്കണം. അവർക്ക് എന്നെ വേണം, ഇല്ല. രാമേട്ടൻ ഒരു ഓട്ടോ വിളിച്ചു. പോയി വാടാ മോനെ, ജയിച്ചു വാ. ശ്രീലക്ഷ്മിയുടെ വീട്. പഴയ ഓടിട്ട വീട്. മുറ്റത്ത് തയ്യൽ മെഷീൻ. വസന്ത തുണി തുന്നുകയായിരുന്നു.
ഓട്ടോ ശബ്ദം കേട്ട് അവർ മുറ്റത്തേക്ക് വന്നു. അമ്മേ, എനിക്ക് സ്ത്രീധനം വേണ്ട, 10 പവൻ വേണ്ട, ഫ്ലാറ്റ് വേണ്ട, കാർ വേണ്ട. എനിക്ക് അവളെ മതി, ശ്രീലക്ഷ്മിയെ മതി. അവൾ മൂകയാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അവളാ. ഡയറിയിലൂടെ, കണ്ണിലൂടെ, ചിരിയിലൂടെ. വസന്തയുടെ കണ്ണു നിറഞ്ഞു. അവ തിരിഞ്ഞ് ശ്രീലക്ഷ്മിയെ നോക്കി. മോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ബാബു തുടർന്നു. അമ്മേ, ഞാൻ ചായക്കടക്കാരനാ, വലിയ സമ്പാദ്യമില്ല, പക്ഷെ ഞാനൊന്ന് പ്രോമിസ് ചെയ്യാം. അവളുടെ കണ്ണിൽ ഇനി ഒരിക്കലും കണ്ണുനീർ വരിക്കില്ല. അവൾക്ക് വേണ്ടി ഞാൻ ജീവൻ കൊടുക്കും. അവളുടെ ശബ്ദം ഞാനാവും. അവൾക്ക് പറയാൻ പറ്റാത്തതെല്ലാം ഞാൻ പറയും. പ്ലീസ് അമ്മേ, എനിക്ക് അവളെ തരുമോ? പൂർണ്ണ നിശബ്ദത. 1 മിനിറ്റ്. വസന്ത വിറയ്ക്കുന്ന കൈയോടെ ബാബുവിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അവന്റെ നെറ്റിയിൽ ചുംബിച്ചു. നീയാണ് എന്റെ മോൻ, 25 വർഷം ഞാൻ കാത്തിരുന്ന മോൻ. ബാബു വിശ്വസിക്കാൻ പറ്റാതെ നിന്ന്. അമ്മേ, അപ്പോ സമ്മതമാണോ? വസന്ത കരഞ്ഞുകൊണ്ട് ചിരിച്ചു. സമ്മതമല്ലാതെ എന്താ മോനെ? 10 ലക്ഷം ചോദിച്ചവൻ ഓടിപ്പോയി. നീ അവളെ മതിയെന്ന് പറഞ്ഞു വന്നു. ഇതിൽ കൂടുതൽ എന്ത് വേണം ഒരു അമ്മയ്ക്ക്? അവർ ഓടിച്ചെന്ന് ശ്രീലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചു. മോളെ അമ്മയ്ക്ക് തെറ്റുപറ്റി. എന്നെ മൂക എന്ന് വിളിച്ച് ഞാൻ നിന്നെ എത്ര വേദനിപ്പിച്ചു. സോറി മോളെ. ശ്രീലക്ഷ്മി അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. 25 വർഷത്തെ ശബ്ദമില്ലാത്ത ടെൻഷൻ ഇന്ന് ആദ്യമായി അമ്മയുടെ നെഞ്ചിൽ ചാരി കരഞ്ഞു. ബാബു മാറി നിന്ന് ഇത് കണ്ട് കണ്ണു തുറച്ചു. വസന്ത ബാബുവിന്റെ നേരെ തിരിഞ്ഞു. മോനെ, പക്ഷെ ഒരു കാര്യം, കല്യാണം സിമ്പിളായി മതി, ആർഭാടം വേണ്ട. നമ്മുടെ പോലെ ഉള്ളവർക്ക് അതൊന്നും പറ്റില്ല. ബാബു ചിരിച്ചു. അമ്മേ, ആർഭാടം എന്റെ കടയില, കല്യാണം എവിടെ വെച്ച് വേണമെന്ന് അമ്മ പറ. ശ്രീലക്ഷ്മി പെട്ടെന്ന് മുന്നോട്ട് വന്നു. ഡയറി എടുത്ത് എഴുതി. ബസ് സ്റ്റാൻഡ് ബാബുക്കട, അവിടെ മതി. ബാബുവും വസന്തയും അത് വായിച്ച് പൊട്ടിച്ചിരിച്ചു. അപ്പു ശരി, ചായക്കട കല്യാണം, നാട്ടുകാരെ മുഴുവൻ വിളിക്കാം, വസന്ത പറഞ്ഞു. ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് അടുത്ത ഞായറാഴ്ച രാവിലെ 8 മണി. ബസ് സ്റ്റാൻഡ് ആകെ അലങ്കരിച്ചിരിക്കുന്നു. പക്ഷെ വെഡിങ് ഹാൾ ഇല്ല. ബാബു കട തന്നെ. കടയുടെ മുന്നിൽ വലിയ പന്തല് തൂക്കിയിരിക്കുന്ന ബോർഡ്. ശ്രീലക്ഷ്മി വെഡ്സ് ബാബു. ഒരു ചായ, 2 പരിപ്പട, ഒരു ജീവിതം. കാറ്ററിംഗ് ഇല്ല. ബാബു തന്നെയാണ് ഷെഫ്. 5 അണ്ടാവിൽ ചായ തിളയ്ക്കുന്നു. 1000 പരിപ്പട മുരിയുന്നു. രാമേട്ട, സുരേഷേട്ടനും ഹെൽപ്പർമാർ. നാട്ടുകാർ മുഴുവൻ വന്നിട്ടുണ്ട്. ബസ് ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, കിളികൾ, കച്ചവടക്കാർ, യാത്രക്കാർ. ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലെ ആദ്യത്തെ കല്യാണം. ഇത് എന്ത് കല്യാണമാണ് ബാബു? താലി എവിടെ? മാല എവിടെ? ഒരു കിളി ചോദിച്ചു. ബാബു ചിരിച്ചു. താലിയുണ്ട്, പക്ഷെ അത് സ്വർണ്ണമല്ല, സ്നേഹമാണ്. കൃത്യം 9 മണി. ഒരു ഓട്ടോയിൽ വസന്തയും ശ്രീലക്ഷ്മിയും വന്ന് ഇറങ്ങി. ശ്രീലക്ഷ്മി ഇളമഞ്ഞ സിൽക്ക് സാരി, മുല്ലപ്പൂ കഴുത്തിൽ, ഒരു നേരിയ മാല, കയ്യിൽ വള. പക്ഷെ ഏറ്റവും ഭംഗി അവളുടെ ചിരിയ. 25 വർഷം കൂടി കാണാത്തൊരു ചിരി. ശബ്ദമില്ലാത്ത പെണ്ണിന്റെ ശബ്ദമുള്ള ചിരി. ബസ് സ്റ്റാൻഡ് മുഴുവൻ കൈയടിച്ചു. ശ്രീലക്ഷ്മി, ബാബു സൂപ്പർ എന്ന് പറഞ്ഞു. വസന്ത ശ്രീലക്ഷ്മിയുടെ കൈ പിടിച്ച് ബാബുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. മോനെ, ഇത് എന്റെ മോൾ, ഇന്ന് മുതൽ നിന്റെ ഭാര്യ. അവളെ നോക്കിക്കോ. അവൾക്ക് ശബ്ദമില്ലെങ്കിലും അവളുടെ മനസ്സ് വലുതാ. ബാബു വസന്തയുടെ കാൽ തൊട്ട് വർദ്ധിച്ചു. അമ്മേ, ഞാൻ നോക്കിക്കോളാം, എന്റെ ജീവനുള്ള കാലത്തോളം. പിന്നെ അവൻ ശ്രീലക്ഷ്മിയുടെ നേരെ തിരിഞ്ഞു. അവളുടെ കണ്ണിലേക്ക് നോക്കി. പെട്ടെന്ന് കടയുടെ പിറകിൽ നിന്ന് രാമേട്ടൻ ഓടി വന്നു. കയ്യിൽ ഒരു ചെറിയ ഡബ്ബി. ബാബു, ഇത് വെച്ച് താലി കെട്ട്. ബാബു ഡബ്ബി തുറന്നു. അകത്തൊരു മഞ്ഞച്ചരട്. സ്വർണ്ണമല്ല, മഞ്ഞച്ചരട്. അതിൽ 3 പരിപ്പടയുടെ അകത്തിൽ 3 ചെറിയ തടിക്കഷ്ണം. ഇതെന്താ രാമേട്ട? ബാബു ചോദിച്ചു. രാമേട്ട ചിരിച്ചു. നിങ്ങളുടെ പ്രേമം തുടങ്ങിയത് ഒരു ചായയും ഒരു പരിപ്പടയും നിന്നല്ലേ? അപ്പൊ താലി അതിൽ സിമ്പലാവട്ടെ. 3 പരിപ്പട. 1 നിനക്ക്, 1 അവൾക്ക്, 1 നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്. ബസ് സ്റ്റാൻഡ് മുഴുവൻ കൈയടിച്ചു. അടിപൊളി, ഇത് ബെസ്റ്റാണ്. ശ്രീലക്ഷ്മി അത് കണ്ട് കണ്ണു നിറച്ചു. അവൾ തല കുഴിച്ചു. ബാബു വിറയ്ക്കുന്ന കൈയോടെ ആ മഞ്ഞച്ചരട് എടുത്തു. ശ്രീലക്ഷ്മിയുടെ കഴുത്തിൽ കെട്ടി. ശ്രീലക്ഷ്മി, ഇന്നു മുതൽ നീ എന്റെ പെണ്ണ, എന്റെ ചായക്കടയുടെ മഹാറാണിയാണ്. നീ മിണ്ടണ്ട. നിന്റെ ശബ്ദം ഞാനാവും, നിന്റെ ലോകം ഞാനാവും. കെട്ടിക്കഴിഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി പെട്ടെന്ന് ബാബുവിനെ കെട്ടിപ്പിടിച്ചു. ബസ് സ്റ്റാൻഡിൽ നടക്ക്. 100 കണക്കിന് ആളുകളുടെ മുന്നിൽ ശബ്ദമില്ലാത്ത പെണ്ണിന്റെ ശബ്ദമുള്ള സ്നേഹം. എല്ലാവരും ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് അലറി വിളിച്ചു. അടുത്തത് ഭക്ഷണം. കാറ്ററിംഗ് ഇല്ല. ബാബു അടിച്ച ചായ, ശ്രീലക്ഷ്മി വിളമ്പിയ പരിപ്പട. നാട്ടുകാർ മുഴുവൻ ക്യൂ നിന്ന് വാങ്ങി കഴിച്ചു. ഇതാണ് ശരിക്കുമുള്ള സദ്യ. ഒരു ബസ് ഡ്രൈവർ 5 സ്റ്റാർ ഹോട്ടലിൽ പോയാലും ഇത്രയും ടേസ്റ്റ് കിട്ടില്ല. വസന്ത മാറി നിന്ന് ഇതെല്ലാം കണ്ടു കരഞ്ഞു. സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ട്. എന്റെ മോൾക്ക് ഇതിൽ നല്ല ജീവിതം കിട്ടില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ ബോർഡ് മാറ്റി. പഴയ ബാബുക്കട പോയി. പുതിയ ബോർഡ്. ശ്രീലക്ഷ്മി ബാബു ടീ സ്റ്റോൾ. ഒരു ചായ, 2 പരിപ്പട, ഒരു ജീവിതം. 1 വർഷം കഴിഞ്ഞു. ഗുരുവായൂർ ബസ് സ്റ്റാൻഡ്. രാവിലെ 7 മണി. കടയുടെ മുന്നിൽ ബോർഡ്. ഇന്ന് അവധി. കടയുടെ അകത്ത് ബാബു അടുപ്പ് ചായ അടിക്കുന്നു. പക്ഷെ ഇന്ന് കടയിൽ കസ്റ്റമർ ഇല്ല. കാരണം കടയുടെ ഒരു മൂലയിൽ ഒരു പാലയിൽ ശ്രീലക്ഷ്മി ഇരിക്കുന്നു. മടിയിൽ ഒരു കുഞ്ഞ്. 6 മാസം പ്രായം. ആൺകുട്ടി. പേര് കണ്ണൻ. കണ്ണൻ ഉറക്കെ കരയുന്നു. ശ്രീലക്ഷ്മി പതറി. അവൾക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. അവൾ ബാബുവിനെ നോക്കി. ബാബു ഓടി വന്നു. എന്താടാ മോനെ, എന്തിനാ കരയുന്നേ? അച്ഛനുണ്ടല്ലോ. അവർ കുഞ്ഞിനെ എടുത്ത് തോളിൽ കിടക്കി. പിന്നെ ശ്രീലക്ഷ്മിയെ നോക്കി. സൈനി പാൽ കൊടുത്തു എന്ന് ചോദിച്ചു. ശ്രീലക്ഷ്മി തലയാട്ടി. എന്ന് പറഞ്ഞു. എന്നിട്ട് അവളുടെ സൈനി
പക്ഷെ ഇപ്പോഴും കരയുന്നു എന്ന് ചോദിച്ചു. ബാബു ചിരിച്ചു. അവന് ചായ വേണമെന്നാ തോന്നുന്നേ, ബാബു കടയുടെ മോനല്ലേ എന്ന് പറഞ്ഞ് അവനൊരു ചെറിയ സ്പൂണിൽ ചായ മുക്കി പഞ്ചസാര കുറച്ച് അതിന്റെ ചുണ്ടിൽ വെച്ചു. കണ്ണനൊന്ന് നക്കി കരച്ചു നിന്നു. അവൻ ചിരിച്ചു. ശ്രീലക്ഷ്മി അത് കണ്ടു പൊട്ടിച്ചിരിച്ചു. അവൾ പെട്ടെന്ന് ഡയറി എടുത്ത് എഴുതി. കണ്ണന് ചായ ഇഷ്ടായി, പക്ഷെ പഞ്ചസാര കുറവ്. എന്നിട്ട് അവൾ സൈനിൽ ബാബുവിനോട് പഞ്ചസാര കുറവെന്ന് പറഞ്ഞു. ബാബു കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ശ്രീലക്ഷ്മിയും ചേർത്ത് പിടിച്ച് പൊട്ടിച്ചിരിച്ചു. നോക്കിയേ മോളെ, നിന്റെ മോനും പറയുന്നു പഞ്ചസാര കുറവ്. ഇവൻ എന്റെ മോൻ തന്നെ. 3 പേരും ചിരിച്ചു. കടയുടെ അകത്ത് 7 മണിക്ക് പുറത്ത് ബസ് സ്റ്റാൻഡ് ഉണരുന്നു. ബസ്സുകൾ വരുന്നു പോകുന്നു, ആളുകൾ ഓടുന്നു. പക്ഷേ ഈ ചെറിയ ചായക്കടയുടെ അകത്ത് ഒരു ലോകമുണ്ട്. ശബ്ദമില്ലാത്ത പെണ്ണ്, ചായക്കടക്കാരൻ, അവരുടെ കുഞ്ഞ്. പുറത്ത് ബോർഡ് ഇന്ന് അവധി, കാരണം ഇന്ന് അവർക്ക് ജീവിക്കണം. ഒരു ചായ കുടിക്കണം, 2 പരിപ്പട പങ്കുവെക്കണം. കുഞ്ഞിനെ കുഞ്ചി ശ്രീലക്ഷ്മി പതിയെ എഴുന്നേറ്റ് ബാബുവിന്റെ നെറ്റിയിൽ മുത്തം കൊടുത്തു. എന്നിട്ട് സൈനി താങ്ക് യു എന്ന് പറഞ്ഞു. എന്റെ ശബ്ദമായതിനെ, എന്റെ ജീവിതമായതിനെ. ബാബു അവളുടെ നെറ്റിയിൽ തിരിച്ചു മുത്തം കൊടുത്തു. താങ്ക് യു പറയണ്ട മോളെ, നീ ഇല്ലാതെ എനിക്ക് രാവിലെയില്ല, നീ ഇല്ലാതെ എനിക്ക് ചായയില്ല, നീ ഇല്ലാതെ എനിക്ക് ജീവിതമില്ല. കുഞ്ഞ് കണ്ണനിടയ്ക്ക് കിടന്ന് കൈക്കാലടിച്ചു ചിരിച്ചു. അവനൊന്നും മനസ്സിലാവില്ല. പക്ഷെ അവനറിയാം ഇവിടെ സ്നേഹമുണ്ട്, ചിരിയുണ്ട്, ചായയുണ്ട്. ബാബു കടയുടെ ഡയറി എടുത്തു. കടയുടെ കണക്കെഴുതുന്ന ഡയറി. അതിന്റെ അവസാന പേജിൽ അവൻ എഴുതി 2020. ബാബു കടയുടെ ഡയറി എടുത്തു. കടയുടെ കണക്കെഴുതുന്ന ഡയറി. അതിന്റെ അവസാന പേജിൽ അവൻ എഴുതി ഒരു ചായയും ഒരു പരിപ്പടവും, അതിൽ നിന്നൊരു ജീവിതവും. ഒരു മൂകയായ പെണ്ണ്, അവൾ എന്റെ ശബ്ദമായി, ഞാൻ അവളുടെ ശബ്ദമായി. ഇന്ന് ഞങ്ങൾക്കൊരു കുഞ്ഞ്. പ്രേമത്തിന് ശബ്ദം വേണ്ട, ജാതകം വേണ്ട, സേതനം വേണ്ട. മനസ്സ് മതി, 2 പരിപ്പോട മതി, ഒരു ചായ മതി. ദ എൻഡ്. എല്ലാം അവസാനിച്ചു. അവൻ ഡയറി അടച്ചു. ശ്രീലക്ഷ്മിയെ നോക്കി. അവൾ കുഞ്ഞിനെ മടിയിൽ കിടത്തി താരാട്ട് പാടുന്നു. ശബ്ദമില്ലാതെ, വായ അനക്കി ചുണ്ടുകൊണ്ട്. പക്ഷെ ആ താരാട്ടിന്റെ ഈണം ബാബുവിനെ കേൾക്കാം. മനസ്സുകൊണ്ട്. പുറത്ത് ബസ് സ്റ്റാൻഡിലെ അനൗൺസ്മെന്റ്. ഗുരുവായൂർ തൃശൂർ ബസ് പുറപ്പെടാൻ തയ്യാറായി. പക്ഷെ ബാബുവിന് എങ്ങും പോകണ്ട. അവന്റെ ലോകം ഇവിടെ തന്നെയുണ്ട്. 7 മണിക്കാരുടെ കൂടെ, 2 പരിപ്പടയുടെ കൂടെ, ഒരു ചായയുടെ കൂടെ. ശുഭം.